Hi all, welcome to Studying PSC 10th level previous maths questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരി ഉത്തരം ഏതെന്ന് കാണുക. 345.72 ഇൻറ്റു 7.46 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഈ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഡെസിമൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ആദ്യം ഈ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര പൊസിഷൻസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും പൊസിഷൻസ് ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായിരിക്കും ഫൈനൽ ആൻസർ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് സാധാരണ രീതിയിലും മൾട്ടിപ്ലൈ ചെയ്യാം, ട്രിക്ക് യൂസ് ചെയ്തും മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്താലും വലിയ സമയവ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പം ട്രിക്ക് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ 6 ഇൻറ്റു 2 12 ശിഷ്ടം 1. അതാണ് ഈ താഴെ എഴുതിയിരിക്കുന്ന ശിഷ്ടം. പിന്നെ 7 ഇൻറ്റു 6 42 പ്ലസ് 4 ഇൻറ്റു 2 8. 42 8 50 ശിഷ്ടം 1 51. ഇപ്പൊ ശിഷ്ടം 5 ആയി. പിന്നെ 5 ഇൻറ്റു 6 30 പ്ലസ് 7 ഇൻറ്റു 2 14. 30ഉം 14ഉം 44. 44ഉം 7 ഇൻറ്റു 4 28. 44ഉം 28. 44 8 52 10 62 10 72. 72 ഈ ശിഷ്ടം 5ഉം കൂടെ കൂട്ടുമ്പോൾ 77. ശിഷ്ടം 7. പിന്നെ 7 7 49ഉം 6 ഇൻറ്റു 4 24. 49ഉം 24. 49ഉം 4ഉം 53. 53ഉം 10ഉം 63ഉം 10ഉം 73. 73ഉം 5 ഇൻറ്റു 4 20. 73 20ഉം 93. 93ഉം ഈ ശിഷ്ടം 7ഉം കൂടെ കൂട്ടുമ്പോൾ 100. 100ന്റെ 0 എടുക്കുക. ശിഷ്ടം 10. അടുത്തത് 7 ഇൻറ്റു 5 35. 35 പ്ലസ് 6 ഇൻറ്റു 3 18. 35ഉം 18ഉം 53. 53ഉം 4 ഇൻറ്റു 4 16. 53ഉം 16. 53ഉം 6ഉം 59ഉം 10ഉം 69. 69ഉം ഈ ശിഷ്ടം 10ഉം കൂടെ കൂട്ടുമ്പോൾ 79ന്റെ 9. ശിഷ്ടം 7. അടുത്തത് 7 ഇൻറ്റു 4 28. 28ഉം 4 ഇൻറ്റു 3 12. 28ഉം 12ഉം 40. 40ഉം ഈ ശിഷ്ടം 7ഉം കൂടെ കൂട്ടുമ്പോൾ 47. വീണ്ടും ശിഷ്ടം 4. 3 ഇൻറ്റു 7 21. 21ഉം 4ഉം 25. അപ്പൊ ഇതിന്റെ ഉത്തരം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കിട്ടും. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര പൊസിഷൻസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 1 2 3 4 ഈ 4 അക്കങ്ങൾ 4 പൊസിഷൻസ് ആയിട്ട് കണക്കാക്കുക. അപ്പൊ ഡെസിമൽ പോയിന്റിന് ശേഷം ക്വസ്റ്റ്യനിൽ 4 പൊസിഷൻസ് ഉണ്ട്. ഈ 4 പൊസിഷൻസ് ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനം. ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റിയൊരു പോയിന്റ് ഇടുക. 1 2 3 4. അപ്പൊ ഇത് ഇങ്ങനെ വരും. 2559.0712. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 0.32 ഇൻറ്റു 0.32 പ്ലസ് 0.64 ഇൻറ്റു 0.68 പ്ലസ്
0.68 into 0.68 is equal to എത്ര? സൊല്യൂഷൻ ഇവിടെ 0.32 into 0.32 ഇത് എ സ്ക്വയർ ഫോമിലാണ്. എ സ്ക്വയർ ഇവിടെ 0.68 into 0.68 അത് ബി സ്ക്വയർ ഫോമിലാണ്. ഇവിടെ 0.64 എന്ന് വെച്ചാൽ 2 into 0.32 ആണ്. അപ്പൊ ഇതിനെ 2ab എന്നിടുക. 2 into a into b 2ab. അപ്പൊ ഇത് വന്നിരിക്കുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ ഇവിടെ 0.32 പ്ലസ് ബി 0.68 സ്ക്വയർ. 0.32 പ്ലസ് 0.68 സ്ക്വയർ. 0.32 പ്ലസ് 0.68 1. 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. 1 ആണ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത വസ്തു പിക്കും ക്യൂവിനുമായി 21:81 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും പിക്ക് ലഭിക്കുക? സൊല്യൂഷൻ P/Q 21:81 ആണ്. ഇതിൽ പിക്ക് എത്ര ഭാഗം ലഭിക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം ഈ 21:81 ഒന്ന് ഷോർട്ട് ഫോമിലേക്ക് മാറ്റാം. അതായത് ഇവിടെ 3 കൊണ്ട് വെട്ടാം. അപ്പൊ ഇത് 3 7 21, 3 27 81. അപ്പൊ ഇത് 7:27 എന്നായി. അപ്പൊ ഇവിടെ മൊത്തം 27 7 34 ഭാഗമാണ് ആകെ ഉള്ളത്. ഈ 34 ഭാഗത്തിൽ പിക്ക് ലഭിക്കുന്നത് 34-ൽ 7 ഭാഗമായിരിക്കും. ആൻസർ ഓപ്ഷൻ സി. ക്യൂവിന് ലഭിക്കുന്നത് 34-ൽ 27 ഭാഗമായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പിക്ക് എത്ര ഭാഗമാണ് ലഭിക്കുന്നതാണ്. അത് ഓപ്ഷൻ സി 34-ൽ 7. അടുത്ത ക്വസ്റ്റ്യൻ, 6 8 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. സൊല്യൂഷൻ 6 8 9 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഈ സംഖ്യകളുടെ ലസാഗു കണ്ടാൽ മതി. അതായിരിക്കും ഉത്തരം. 6 8 9 2 3 6 2 4 8 9 3 കൊണ്ട് 3 1 3 4 3 9. അപ്പൊ ഇവിടെ 3 2 6 6 4 24 3 72. LCM 72 ആണ്. 72 ആണ് ഈ 3 സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ആൻസർ ഓപ്ഷൻ ഡി. ഇനി ലസാഗു കണ്ടുപിടിക്കാൻ ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ബാക്കിയുള്ള സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ ആയിരിക്കും ലസാഗു. അങ്ങനെ വരുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം ഗുണിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ ലസാഗു. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ 9. 9 6ന്റെ 8ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. അല്ല. അപ്പൊ അതല്ല, 9 അല്ല LCM എന്ന് മനസ്സിലായി. പിന്നെ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ലസാഗു. 6ന്റെ 8ന്റെ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ നോക്കുക. അത് 72. 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 8ന്റെ മൾട്ടിപ്പിൾ ആണ്, 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഏറ്റവും ചെറിയ മൾട്ടിപ്പിളും ആണ്. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 11 15 21 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ക്രമത്തിൽ 9 13 19 എന്നിവ ബാക്കി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? സൊല്യൂഷൻ ഇവിടെ ഏതോ ഒരു സംഖ്യനെ
11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 9 വരുന്നു. 15 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 13 വരുന്നു. 21 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 19 വരുന്നു. ഇങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലസാഗു എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ലസാഗു. ഇതാണ് ലസാഗുവിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ലസാഗു. പക്ഷെ ഇവിടെ ലസാഗു കണ്ടുപിടിക്കണം. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 9 ആണ് വരുന്നത്. അപ്പൊ അത് എടുക്കേണ്ടത് 11 മൈനസ് 9 2 വരുന്നത്. അതുപോലെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 13 വരുന്നത്. 15 മൈനസ് 13 2. 21 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 19. 21 മൈനസ് 19 ഈസ് ഈക്വൽ ടു 2. അപ്പൊ ഈ ഡിഫറൻസ് എല്ലാം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് 11, 15, 21 ഇതിന്റെ ലസാഗു കണ്ടുപിടിക്കുക. അതിൽ നിന്ന് 2 കുറയ്ക്കുന്നതായിരിക്കും ഇവിടുത്തെ ഉത്തരം. അപ്പൊ ഇവിടെ LCM ഓഫ് 11, 15, 21 കാണുക. LCM ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 11 ഇൻറ്റു 5 ഇൻറ്റു 7. 3 5 15, 15 7 105 ഇൻറ്റു 11. ട്രിക്ക് യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു സംഖ്യ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ആദ്യത്തെ അവസാനത്തെ സംഖ്യനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇടയ്ക്കുള്ള സംഖ്യകൾ കൂട്ടിക്കൂട്ടി പോവുക. ശിഷ്ടം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിക്കൂട്ടി പോകണം. അപ്പൊ ഇവിടെ 5 ഇൻറ്റു 1 5, 5 പ്ലസ് 0 5, 0 പ്ലസ് 1 1, 1 ഇൻറ്റു 1 1. 1155 ഇവിടുത്തെ ലസാഗു. ഇനി ഈ ലസാഗുവിൽ നിന്ന് ഈ ഡിഫറൻസ് 2 കുറയ്ക്കുക. അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. 1155 മൈനസ് 2 1153 ആൻസർ. ഓപ്ഷൻ ഡി. ഇതുപോലെ ഒരു ചോദ്യം കിട്ടിയാൽ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഡിഫറൻസ് എടുക്കുക, അത് ഈ ലസാഗുവിൽ നിന്ന് കുറയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 49 ഈസ് ഈക്വൽ ടു 8.2 ആയാൽ എക്സിന്റെ വില എന്ത്? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യാം. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 49 ഈസ് ഈക്വൽ ടു 7. ഇത് 7 എന്ന് വരും. ഈസ് ഈക്വൽ ടു 8.2. റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 7നെ RHSലോട്ട് മാറ്റി. അപ്പൊ 8.2 മൈനസ് 7 ഈസ് ഈക്വൽ ടു 1.2. അപ്പൊ ഇത് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1.2. ഇനി എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ റൂട്ട് എക്സിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. അപ്പൊ ആ റൂട്ട് അങ്ങ് മാറി കിട്ടും. റൂട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ ഇവിടെ റൂട്ട് എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1.2 സ്ക്വയർ. LHSൽ എന്ത് ചെയ്താലും RHSലും ചെയ്യണം. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യണം. ഇത് 1.2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.44. X is equal to 1.44. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, 50 പേരുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആകുന്നു. സംഘത്തിൽ നിന്ന് ഒരാൾ പോയപ്പോൾ ശരാശരി 1 കുറഞ്ഞാൽ പോയ ആളിന്റെ ഭാരം. സൊല്യൂഷൻ. ഇത് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടലുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 50 പേരുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ്. അപ്പൊ 50 പേരുടെ ടോട്ടൽ ഭാരം ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 40
2000. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അതാണ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 40 എന്ന് വന്നത്. അതുപോലെ ഒരാള് പോയപ്പോൾ ശരാശരി 1 കുറഞ്ഞു. ഒരാൾ പോയപ്പോൾ ആളുകളുടെ എണ്ണം 50 എന്നുള്ളത് 49 ശരാശരി 1 കുറഞ്ഞു. 40 എന്നുള്ളത് 39 അപ്പൊ ഇവിടെ 49 പേരുടെ ടോട്ടൽ വെയിറ്റ് ഈസ് ഈക്വൽ ടു 49 ഇൻറ്റു 39. 49 ഇൻറ്റു 39. 9 81 8 4 36 പ്ലസ് 27 3 27 36 പ്ലസ് 27 36 7 43 10 53 10 63 ഈ 8 കൂടെ കൂട്ടുമ്പം 63 8 71 7 4 3 12 7 19 1911. ടോട്ടലിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഇതിങ്ങനെ വരും 2000 മൈനസ് 1911. ഇതായിരിക്കും പോയ ആളിന്റെ ഭാരം. 2000 മൈനസ് 1911 89 കിലോഗ്രാം. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, രാമു 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 1200 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ നഷ്ടശതമാനം എത്ര? സൊല്യൂഷൻ. നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നഷ്ടശതമാനം ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് മൈനസ് വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 1500 രൂപ, വിറ്റ വില സെല്ലിംഗ് പ്രൈസ് 1200 രൂപ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് 1500 മൈനസ് സെല്ലിംഗ് പ്രൈസ് 1200 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 1500 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1500 മൈനസ് 1200 300 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 100. 20%. 20% നഷ്ടം. ആൻസർ ഓപ്ഷൻ ബി. ഈ ലോസ് പെർസെൻറ്റേജിന്റെ ഫോർമുല മറന്നുപോയാലും അത് ഓർത്ത് വെക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ലോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കാനായിട്ട് വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂ കുറയ്ക്കുക, എന്നിട്ട് വലിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 20% ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ 60 രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില. സൊല്യൂഷൻ. വിറ്റ വിലയും ലാഭശതമാനവും തന്നാൽ വാങ്ങിയ വില കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇവിടെ വിറ്റ വില സെല്ലിംഗ് പ്രൈസ് 60 രൂപ, ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 60 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 20. 60 ഇൻറ്റു 100 ബൈ 120 50 രൂപ.
വാങ്ങിയ വില 50 രൂപയാണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിന്റെ വേഗം 13 കിലോമീറ്റർ ആണ്. ഒഴുക്കിന്റെ വേഗം 2.5 കിലോമീറ്റർ ആയാൽ ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗം എന്ത്? സൊല്യൂഷൻ, ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഒഴുക്കിനെതിരെയുള്ള ബോട്ടിന്റെ വേഗത x ഈസ് ഈക്വൽ ടു a മൈനസ് b. a ഈസ് ഈക്വൽ ടു നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗത. b ഈസ് ഈക്വൽ ടു ഒഴുക്കിന്റെ വേഗത. ഇവിടെ ഒഴുക്കിന്റെ വേഗം v ഈസ് ഈക്വൽ ടു 2.5 കിലോമീറ്റർ പെർ അവർ. ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിന്റെ വേഗത 13 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗത കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിന്റെ വേഗം (13 കിലോമീറ്റർ പെർ അവർ). നിശ്ചല ജലത്തിന്റെ ബോട്ടിന്റെ വേഗത ഒഴുക്കിനൊപ്പമുള്ള ഒരു ബോട്ടിന്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിന്റെ വേഗത കുറച്ചാൽ മതി. അപ്പൊ a ഈസ് ഈക്വൽ ടു 13 മൈനസ് 2.5 ഈസ് ഈക്വൽ ടു 10.5 കിലോമീറ്റർ പെർ അവർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒഴുക്കിനെതിരെയുള്ള ബോട്ടിന്റെ വേഗത x ഈസ് ഈക്വൽ ടു 10.5 മൈനസ് 2.5 ഈസ് ഈക്വൽ ടു 8 കിലോമീറ്റർ പെർ അവർ. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, 4 × 5 ഈസ് ഈക്വൽ ടു 30, 7 × 3 ഈസ് ഈക്വൽ ടു 32, 6 × 4 ഈസ് ഈക്വൽ ടു 35 ആണെങ്കിൽ 8 × 0 എത്ര? സൊല്യൂഷൻ, ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ ഇത് വന്നിട്ടുള്ളത് 4 × 5 ഈസ് ഈക്വൽ ടു 30, അതായത് 4 + 1 5 ഇൻറ്റു 5 + 1 6, 5 × 6 30. 7 × 3 ഈസ് ഈക്വൽ ടു 32, അതായത് 7 + 1 8 ഇൻറ്റു 3 + 1 4, 8 × 4 32. 6 × 4 ഈസ് ഈക്വൽ ടു 35, അതായത് 6 + 1 7 ഇൻറ്റു 4 + 1 5, 7 35. അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യകളോട് 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അപ്പൊ ഇവിടെ 8 + 1 9 ഇൻറ്റു 0 + 1 1, 9 × 1 9. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക. 2Z5, 7Y7, 14X9, 23W11, 34V30 ഡാഷ്. സൊല്യൂഷൻ, ഈ സീരീസ് എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കുക. അതനുസരിച്ച് ഈ വിട്ടുപോയ ഭാഗത്ത് എന്താണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടുത്തെ ഈ ഓരോ സെറ്റിലുമുള്ള ഫസ്റ്റ് വൺ എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. 2 7 ആയിട്ട് മാറും. അപ്പം 2 7 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 2 + 5 ആണ് 7. 7 14 തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. 7 + 7 ആണ് 14. 14 23 തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. 14 + 9 ആണ് 23.
23ഉം 34ഉം തമ്മിലുള്ള ഡിഫറൻസ് 11 ആണ്. 23 പ്ലസ് 11 ആണ് 34. അപ്പൊ ഇത് 5, 7, 9, 11. അതായത് 5 മുതലുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ് കൂട്ടിക്കൂട്ടി പോയേക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് 11 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 13 ആണ്. 34 പ്ലസ് 13 47 ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. സെക്കൻഡ് വൺ ഇസഡ് വൈ ആയി, അതായത് ഇസഡിൽ നിന്ന് 1 കുറച്ചു വൈ ആയി. അടുത്തത് വൈ എക്സ് ആയി, വൈയിൽ നിന്ന് 1 കുറച്ചു എക്സ് വന്നു. എക്സ് ഡബ്ല്യു ആയി, എക്സിൽ നിന്ന് 1 കുറച്ചു ഡബ്ല്യു ആയി. ഡബ്ല്യു വി ആയി, ഡബ്ല്യുവിൽ നിന്ന് 1 കുറച്ചു വി ആയി. അപ്പൊ വിയിൽ നിന്ന് ഇനി 1 കുറയ്ക്കണം, അതായിരിക്കും ഇവിടുത്തെ സെക്കൻഡ് വൺ. വിയിൽ നിന്ന് 1 കുറച്ചാൽ യു, 47 യു എന്ന് വന്നു. 47 യു ഉള്ളത് ഓപ്ഷൻ സിയിലാണ്. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും കിട്ടിയപ്പോൾ തന്നെ ആൻസർ കിട്ടിയ ഓപ്ഷൻ സി ആണ്, 47 യു. ഇനി തേർഡ് വണ്ണും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ എക്സാമിന് ഇവിടെ വരെ ചെയ്താൽ മതി. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെയ്ത് സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, തേർഡ് വണ്ണും കൂടെ കണ്ടുപിടിക്കാം. തേർഡ് വൺ 5ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അതായത് 5 പ്ലസ് 2 7, 7 9 ആയിട്ട് മാറി. അപ്പൊ ഇത് 7ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 7 പ്ലസ് 2 9, 9 11 ആയി. 9 പ്ലസ് 2 11, 11 13 ആയി. 11 പ്ലസ് 2 13. അപ്പൊ ഇവിടെ എന്താ 2 വീതം കൂട്ടിയാ പോയേക്കുന്നത്. അപ്പൊ ഇനി 13 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ തേർഡ് വൺ 15 ആണ്. അതായത് 47 യു 15. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, നാടകത്തിന് സംവിധായകൻ എന്ന പോലെ പത്രത്തിന് ആരാണ്? സൊല്യൂഷൻ, നാടകത്തിന് സംവിധായകൻ എന്ന പോലെ പത്രത്തിന് വരുന്നത് എഡിറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 12:143 19:- സൊല്യൂഷൻ, ഇവിടെ 12 143 ആയത് 12 സ്ക്വയർ മൈനസ് 1 ആണ്. 12 സ്ക്വയർ 144 മൈനസ് 1 143. അതുപോലെ 19ന്റെ സ്ക്വയർ മൈനസ് 1, 19ന്റെ സ്ക്വയർ 361 മൈനസ് 1 360. 360 ആണ് ആൻസർ, ഓപ്ഷൻ സി. എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഷെയിം എന്നത് 3 7 6 8 1 എന്നും റോഡ് എന്നത് 2 4 6 5 എന്നും കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഹിയർ എങ്ങനെ കോഡ് ചെയ്യാം? സൊല്യൂഷൻ, ഷെയിം എന്ന വേർഡിലെ എയുടെ താഴെ എഴുതിയിരിക്കുന്നത് 6 ആണ്. അതുപോലെ റോഡ് എന്ന വേർഡിലെ എയുടെ താഴെ എഴുതിയിരിക്കുന്നത് 6 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഈ 2 വേർഡ്സിലും എ റെപ്രസെന്റ് ചെയ്യുന്നത് 6 വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഈ 2 വേർഡ്സിലും ഉള്ള അക്ഷരങ്ങളുടെ താഴെ എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എസ് റെപ്രസെന്റ് ചെയ്യുന്നത് 3-നെയാണ്, എച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് 7-നെയാണ്, എ ആണെങ്കിൽ 6 ആണ്, എം ആണെങ്കിൽ 8 ആണ്, ഇ ആണെങ്കിൽ 1 ആണ്, ആർ ആണെങ്കിൽ 2 ആണ്, ഒ ആണെങ്കിൽ 4 ആണ്, എ ആണെങ്കിൽ 6 ആണ്, ബി ആണെങ്കിൽ 5 ആണ്. അപ്പൊ ഇവിടെ ഹിയറിൽ എച്ച് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക, 7 ആണ്. ഇ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 1, എ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 6, ആർ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 2. അപ്പൊ ഹിയർ എന്ന് വെച്ചാൽ 7 1 6 2 ആണ്. ആൻസർ ഓപ്ഷൻ ബി.
അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. ടൂർണമെന്റ്. സൊല്യൂഷൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഈ തന്നിരിക്കുന്ന വേർഡിൽ നിന്നും നിർമ്മിക്കാൻ കഴിയാത്ത വാക്കുകൾ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന വേർഡിലെ അക്ഷരങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ഈ തന്നിരിക്കുന്ന വേർഡിൽ നിന്നും നിർമ്മിക്കാൻ കഴിയാത്തത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ട്രിമ്മിലെ ടൂർണമെന്റിലെ ഐ ഇല്ല. അപ്പം ട്രിം ടൂർണമെന്റിൽ നിന്നും നിർമ്മിക്കാൻ കഴിയില്ല. ഓപ്ഷൻ ബിയിലാണെങ്കിൽ ട്രാപ്പിലൊരു പി ഉണ്ട്, ടൂർണമെന്റിൽ പി ഇല്ല. അതുകൊണ്ട് ട്രാപ്പും ടൂർണമെന്റിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയില്ല. അടുത്തത് ഓപ്ഷൻ സി, ഓർണമെന്റ്സിൽ ഒരു എസ് ഉണ്ട്, ടൂർണമെന്റിൽ എസ് ഇല്ല. അപ്പോൾ ഓർണമെന്റ്സും ടൂർണമെന്റിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ടൂർണമെന്റിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് ഓപ്ഷൻ ഡി, ടെനന്റ് ആണ്. ടെനന്റ്, TENANT. ടെനന്റിലെ അക്ഷരങ്ങളെല്ലാം ടൂർണമെന്റിലുണ്ട്. അപ്പൊ ഇതായിരിക്കും ഇതിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, AB എന്നിവരുടെ വയസ്സിന്റെ റേഷ്യോ 5:4 ആണ്. 5 വർഷം കഴിഞ്ഞാൽ അത് 10:9 ആവും. എന്നാൽ എയുടെ വയസ്സ് ഇന്നെത്ര? സൊല്യൂഷൻ, എയുടെയും ബിയുടെയും വയസ്സിന്റെ റേഷ്യോ 5:4 ആണ്. അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ അവരുടെ വയസ്സിന്റെ റേഷ്യോ 5:4 എന്നാണ്. അഞ്ച് വർഷം കഴിഞ്ഞാൽ അത് 10:9 ആകും. 5 വർഷത്തിന് ശേഷം എയുടെയും ബിയുടെയും റേഷ്യോ 10:9. ആഫ്റ്റർ 5 years. എന്നാൽ എയുടെ വയസ്സ് ഇന്നെത്ര? ഇത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഈ റേഷ്യോസിൽ ഈ എയും തമ്മിലുള്ള ഡിഫറൻസും ബിയും തമ്മിലുള്ള ഡിഫറൻസും സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, സെയിം അല്ലെങ്കിൽ അതിനെ സെയിം ആക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് നോക്കാം. എയും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 5ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 4ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. ഇവിടെ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് ഇത് ഡയറക്റ്റ് ചെയ്യാം. അപ്പൊ ഇനി ചെയ്യേണ്ടത്, ഈ ഡിഫറൻസിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഈ തന്നിരിക്കുന്ന വർഷമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന ഇവിടുത്തെ ഈ കിട്ടിയ ഡിഫറൻസിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് 5x എന്ന് വരും. വർഷമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന വർഷം 5 ആണ്. ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് 5x = 5 എന്ന് വരും. Therefore x = 5/5 1 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടി. എയുടെയും പിയുടെയും വയസ്സിന്റെ ഇപ്പോഴത്തെ റേഷ്യോ 5:4 ആണെന്ന് പറയുമ്പോൾ ഈ എക്സിന്റെ വാല്യൂ ഇതിൽ കൊടുക്കുക. 5x കൊടുക്കുമ്പോൾ 5 × 1 5. എയുടെ ഇപ്പോഴത്തെ വയസ്സ് 5 ആണ്. ആൻസർ ഓപ്ഷൻ സി. ബിയുടെ ഇപ്പോഴത്തെ വയസ്സാണെങ്കിൽ 4 × 1 4 ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് കൂടി ഒന്ന് പറയാം. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. പ്രോപ്പർ മെത്തേഡ് എന്ന് വെച്ചാൽ, ഈ ടൈപ്പ് പ്രോബ്ലം വന്നാൽ ഇവിടെ AB എന്നിവരുടെ വയസ്സിന്റെ റേഷ്യോ 5:4 ആണ്. 5 വർഷം കഴിഞ്ഞാൽ അത് 10:9 ആവും. എന്നാൽ എയുടെ വയസ്സ് ഇന്നെത്ര? അപ്പൊ ഇവിടെ എയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 5x ആണ്. 5:4 എന്ന് പറയുമ്പോൾ 5x ആണ് എയുടെ വയസ്സ്. അപ്പം 5 വർഷത്തിന് ശേഷം 5x + 5 ഡിവൈഡഡ് ബൈ ബിയുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 4x ആണ്. 5 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 4x + 5. അപ്പൊ 5 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ഈ പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് വന്നേനെ. ഇത് 5 വർഷത്തിന് ശേഷമുള്ള കാര്യം പറയും, അതുകൊണ്ടാണ് പ്ലസ് വന്നത്. = 5 വർഷത്തിന് ശേഷം ഇവരുടെ റേഷ്യോ എങ്ങനെയാണ്? 10:9 ആണ് ആകുന്നത്. എയുടെ ആണെങ്കിൽ 10 വരും.
10/9. A:B എന്ന് വെച്ചാൽ A/B ആണല്ലോ, അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് 5x കൊടുത്താൽ എയുടെ വയസ്സ് കിട്ടും, 4x കൊടുത്താൽ ബിയുടെ വയസ്സ് കിട്ടും. അതായിരിക്കും ഉത്തരം. അപ്പൊ ഇവിടെ 5x × 9 എന്ന് പറയുമ്പോൾ 45x പ്ലസ് 9 × 5 45 ഈസ് ഈക്വൽ ടു 4x × 10 40 പ്ലസ് 5 × 10 40x അല്ലേ, 4x × 10 40x പ്ലസ് 5 × 10 50. എക്സിനെ ഒരു സൈഡിലോട്ട് മാറ്റാം, നമ്പേഴ്സിനെ മറ്റേ സൈഡിലോട്ട് മാറ്റാം. അപ്പൊ ഇത് 45x മൈനസ് 40x ഈസ് ഈക്വൽ ടു 50 മൈനസ് 45. അപ്പൊ ഇത് 5x ഈസ് ഈക്വൽ ടു 5. Therefore x ഈസ് ഈക്വൽ ടു 5/5 1. ഈ വാല്യൂ കൊടുക്കുക. a എന്ന് വെച്ചാൽ 5x ആയിരിക്കും. ഇപ്പോഴത്തെ റേഷ്യോ 5:4 ആകുമ്പോൾ എയുടെ വയസ്സ് 5x. 5 × 1 5. ബിയുടെ ആണെങ്കിലോ 4x ആണ് ഇപ്പോഴത്തെ വയസ്സ്. 4 × 1 4. ഓക്കെ, അപ്പൊ എയുടെ വയസ്സ് 5 ആണ്. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇതാണ് ഇതിന്റെ പ്രോപ്പർ മെത്തേഡ്. ഇങ്ങനെ ആകുമ്പോഴത്തേനും ഇവിടെ ഈ റേഷ്യോ സെയിം അല്ലെങ്കിൽ സെയിം ആക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുന്നത് പ്രോപ്പർ മെത്തേഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 4 പേർ ഇടവഴിയിലൂടെ നടക്കുകയാണ്. അനൂപ് രാമകൃഷ്ണന്റെ മുമ്പിലാണ് നടന്നത്. ആതിര സജിയുടെ മുമ്പിലും രാമകൃഷ്ണന് പിന്നിലുമായി നടന്നു. ഏറ്റവും പിന്നിൽ നടന്നത് ആരാണ്? സൊല്യൂഷൻ. ഇത് ഒരു ലൈനൊക്കെ വരച്ചാണ് ഇത് ചെയ്യുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ പോലെ വരച്ച് നോക്കും. ഞാനിവിടെ ഇത് ചെയ്യാനായിട്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ്റെ ഈ സിമ്പിൾ യൂസ് ചെയ്യുവാണ്, ലൈൻ വരയ്ക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ പിന്നിൽ നടന്നത് ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് പുറകിൽ നടന്നത്. അപ്പൊ ഞാൻ ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ്റെ സിമ്പിളില് ഈ തുറന്നിരിക്കുന്ന ഭാഗം, ഈ വാ തുറന്നിരിക്കുന്ന ഭാഗം മുമ്പായിട്ട് എടുക്കുക. മുൻവശം മുമ്പ്, ഈ വായ അടഞ്ഞിരിക്കുന്ന ഭാഗം പിൻപ്. അതായത് പുറകുവശം ഇതും മുൻവശം ഇതും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 4 പേര് ഇടവഴിയിലൂടെ നടക്കുകയാണ്. അനൂപ് രാമകൃഷ്ണന്റെ മുമ്പിലാണ് നടന്നത്. അപ്പൊ അനൂപ് രാമകൃഷ്ണന്റെ മുമ്പിലായിരിക്കുന്ന ആളുടെ വശത്തേക്കാണ് ഈ വാ തുറന്ന ഭാഗം വരുന്നത്. അനൂപ് രാമകൃഷ്ണന്റെ മുമ്പിലാണ്. ആതിര സജിയുടെ മുമ്പിലും രാമകൃഷ്ണനും പിന്നിലുമായി നടന്നു. ആതിര സജിയുടെ മുമ്പിലും. അപ്പൊ ആതിരയാണ് മുമ്പിൽ നടന്നിരിക്കുന്നത്, സജി പുറകില. രാമകൃഷ്ണന് പിന്നിലുമായി നടന്നു. അപ്പം രാമകൃഷ്ണന്റെ പുറകിലാണ് ആതിര നടന്നത്. ഏറ്റവും പിന്നിൽ നടന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ, ഈ 2 കണ്ടീഷനും കൂടെ ഒന്നിച്ചാക്കി എടുക്കാം. അപ്പൊ ഇതെങ്ങനെ വരും? അനൂപാണ് ഏറ്റവും മുമ്പിൽ നടന്നിരിക്കുന്നത്. അനൂപിന് ശേഷം അനൂപിന്റെ തൊട്ടുപുറകില് രാമകൃഷ്ണൻ. ഇത് രണ്ടും രാമകൃഷ്ണൻ. ഈ രാമകൃഷ്ണന്റെ നേരെ പുറകിൽ നടന്ന ആരാ? ആതിര. ആതിരയുടെ നേരെ പുറകിൽ നടന്ന ആരാ? സജി. അപ്പൊ ഇവിടെ ഇവർ ഈ ഒരു ഓർഡറിലാണ് നടന്നത്. അനൂപ്, രാമകൃഷ്ണൻ, ആതിര, സജി. ഏറ്റവും മുമ്പിൽ നടന്നത് അനൂപ്, ഏറ്റവും പിന്നിൽ നടന്നത്, അതായത് ഏറ്റവും പുറകിൽ നടന്നത് സജിയാണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 8 7 7 8 8 7 8 8 7 7 8 7 7 7 8 8 8 8 7 7 8 7 8 7 8 7. ഇതിൽ ഇടതുവശത്ത് 7ഉം വലതുവശത്ത് 8ഉം ഉള്ള എത്ര 8കളുണ്ട്? സൊല്യൂഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ നമ്പേഴ്സിൽ
ഇടതുവശത്ത് 7ഉം വലതുവശത്ത് 8ഉമുള്ള എത്ര 8കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഇതിൽ നിന്ന്. അപ്പൊ ഇവിടെ ഒരു 8 എടുക്കുക. ഈ 8ന്റെ ഇടതുവശം അതായത് ലെഫ്റ്റ് സൈഡിൽ 7 വരണം, റൈറ്റ് സൈഡിൽ അതായത് വലതുവശത്ത് 8 വരണം. ഇങ്ങനെയുള്ള എത്ര 8കൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ. അപ്പൊ ഇതിനെ നമുക്ക് 7 8 8 അതായത് 788 എന്നങ്ങ് എടുക്കാം. ഈ ഒരു സെറ്റിൽ എത്ര 788ന്റെ കോമ്പിനേഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 788, അതായത് ഈ 8ന്റെ ഇടതുവശത്ത് 7ഉം വലതുവശത്ത് 8ഉമാണ്. അടുത്ത 788 നോക്കാം. ഇതൊരു 788. ഈ 8ന്റെ ഇടതുവശത്ത് 7ഉം വലതുവശത്ത് 8ഉമാണ്. അടുത്ത 788. ഇവിടെ ഒരു 788 ഉണ്ട്. ഈ 8ന്റെ ഇടതുവശത്ത് 7ഉം വലതുവശത്ത് 8ഉമാണ്. ഇനി ഇതുപോലെ 788 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ 1 2 3 8കളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 3 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ 59, ബി 69, സി 79, ഡി 89. സൊല്യൂഷൻ, ഇതിൽ ഒറ്റയാൻ ഓപ്ഷൻ ബി 69 ആണ്. കാരണം 69 ഒരു ഭാജ്യസംഖ്യയാണ്. 59ഉം 79ഉം 89ഉം ഇത് 3ഉം അഭാജ്യസംഖ്യകളാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 69 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.